ഒരു പഞ്ചായത്തിൽ 21 രാജ്യങ്ങളുടെ ഫുട്ബോൾ മത്സരം. ആകെയുള്ള 21 വാർഡുകളെ ഓരോ രാജ്യങ്ങളാക്കി ആവേശകരമായ ഫുട്ബോൾ മത്സരമാണ് മലപ്പുറം പൊന്മള പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത്. ഒരു വെയിലത്തും സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളുണ്ട് പൊന്മളയിലെ ഈ മൈതാനിക്ക് ചുറ്റും. ഒപ്പം ഇന്ത്യൻ ടീമുമുണ്ട് ലോകരാജ്യങ്ങളോട് മത്സരിക്കാൻ ഇവിടെ. മലപ്പുറം അതിന്റെ ഫുട്ബോൾ ആവേശത്തിലാണ്. ഒരു ലോകകപ്പ് ഫൈനൽ ദിവസം മുഴുവൻ ഒരു നാട് മുഴുവൻ ഉത്സവമാക്കി മാറ്റുകയാണ്. അതായത് ഒരു പഞ്ചായത്തിൽ, പൊന്മള പഞ്ചായത്തിൽ 21 വാർഡുകളുണ്ട്. 21 വാർഡുകളും 21 രാജ്യങ്ങളായിട്ടാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും ജേഴ്സി അണിഞ്ഞ് ഇവിടെ ഇന്ന് മുഴുവൻ സമയവും ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. ഇതാ ഇവിടെ സ്പെയിൻ ടീമുണ്ട്, ഇപ്പുറത്ത് അർജന്റീന ടീമുണ്ട്. സ്പെയിനിന്റെ ടീമിലെ എല്ലാവരും തയ്യാറായി നിൽക്കുന്നു. കളിക്കാൻ ഈ ഗ്രൗണ്ട് തയ്യാറാണ്. ഇപ്പോൾ 2-3 ടീമുകളിലെ കളി കഴിഞ്ഞു. ഈ മത്സരം വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഈ സ്പെയിനിന്റെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? നല്ല പ്രതീക്ഷയാണ്. ജയിക്കും. അതിന് ജയിക്കും. അർജന്റീന ജയിച്ചു. ഞങ്ങള് നേരത്തെ പോലെ അർജന്റീന ഫാൻസ് ആണ്. പിന്നെ ഇവിടെ ഞങ്ങളെ വാർഡിന് കിട്ടിയത് സ്പെയിനാണ്. അതുകൊണ്ടാ ഇന്നെന്തായാലും ജയിച്ചു. 2-1 സ്കോർ. സ്പെയിനായിരിക്കും. സ്പെയിന് നല്ലൊരു ടീമാണ്. പക്ഷെ എന്നാലും അർജന്റീന ജയിക്കും, കപ്പെടുക്കും. ഞങ്ങളൊരു ബ്രസീൽ ഫാൻസ് ആണെങ്കിലും ഞങ്ങൾ പഞ്ചായത്തിന് വേണ്ടി അർജന്റീനക്ക് വേണ്ടി കളിക്കണം, അത്രേ ഉള്ളൂ. പൊന്മള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ റഹ്മാൻ തന്നെ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്? എന്തൊക്കെയാണ് കാര്യങ്ങൾ? പൊന്മള പഞ്ചായത്ത് ഭരണസമിതി കാലങ്ങളായി ആലോചിക്കുന്നതാണ് ഇവിടെ ഫുട്ബോളിൽ കുട്ടികളെ വാർത്തെടുക്കണമെന്നുള്ളത്. അതിനിടയിലാണ് നമ്മുടെ ഈ ലോക ഫുട്ബോൾ വന്നത്. ആ ഫുട്ബോൾ വരുമ്പോൾ ഞങ്ങൾ ഭരണസമിതി ആലോചിക്കുകയായിരുന്നു ഇവർക്ക് ആവേശം കൊടുക്കാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു മിനി ഫുട്ബോൾ ഇവിടെ പഞ്ചായത്തിൽ നടത്താമെന്ന് തീരുമാനിക്കുന്നത്. 21 വാർഡുകളാണുള്ളത്. 21 വാർഡുകളും ജേഴ്സി അണിയുന്നത് ഓരോ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. എന്നാൽ 22ാമത്തെ ഒരു ഇരുപത്തിരണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ ഇവിടെ ഇന്ത്യ മത്സരിക്കുന്നുണ്ട്. ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് ഇടം നൽകിയില്ലെങ്കിലും ഇനിയെങ്കിലും ഇത് കണ്ട് ഇന്ത്യക്കൊരു ഇടം നൽകാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നടക്കുന്ന വേൾഡ് കപ്പ് ഫൈനലുമായി ബന്ധപ്പെട്ട് അതേ മാതൃകയിൽ ഒരു മിനി വേൾഡ് കപ്പ് സംഘടിപ്പിച്ച പൊന്മള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികൾക്ക് മലപ്പുറം ബ്ലോക്കിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും നേരുകയാണ്. മത്സരത്തിന്റെ ലക്ഷ്യം എന്ന് നമ്മളെ പഞ്ചായത്തിലുള്ള എല്ലാ ഫുട്ബോൾ ടീമിനെയും ഒന്നിച്ചു ചേർക്കുക. പിന്നെ ഈ ലഹരിന്റെ ഒരു ഇതുമായിട്ട് അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഒരു പ്രത്യേക പദ്ധതി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പഞ്ചായത്ത് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് തന്നെയാണ്. വലിയ തോതിലുള്ള മത്സരം തന്നെ നടക്കുന്നു. ഓരോ ടീമുകളും ഓരോ രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് പൊന്മള പഞ്ചായത്തിൽ ഇന്ന് വൈകുന്നേരം വരെ മത്സരം തന്നെയാണ്. ആ മത്സരം കാണാൻ നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ ഈ മൈതാനിൽ തന്നെ ഒത്തുകൂടിയിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ, ന്യൂസ് മലയാളം.